12/4/2024 നടന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 6 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻ ആൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും PSC ഡിലീറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം ഓപ്ഷൻസ് ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20ാമത്തെ ചോദ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻ എ ട്രാൻസ്ഫോമർ ദ പവർ ലോസ് ഡ്യൂ ടു എഡി കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അത് ഓപ്ഷനായിട്ട് PSC കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ C ആയിരുന്നു, ഫ്രീക്വൻസി ഓഫ് കറണ്ട്. ആക്ച്വലി ദ പവർ ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്രീക്വൻസി ആണ്. സപ്ലൈ ഫ്രീക്വൻസിയുടെ സ്ക്വയറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്ഷൻ D ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻസിലില്ല, തന്നിരിക്കുന്ന ഓപ്ഷൻസിലില്ല. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് PSC ഫൈനൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 60ാമത്തെ ചോദ്യമാണ്. 60ാമത്തെ ചോദ്യം ദ ബൈനറി ഈക്വലൻ്റ് ഓഫ് എ ഡെസിമൽ ഫ്രാക്ഷൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡാഷ് ദ നമ്പർ കണ്ടിന്യൂസ്ലി ബൈ 2. ഡെസിമൽ ഫ്രാക്ഷൻ്റെ ബൈനറി ഈക്വലൻ്റ് കിട്ടുന്നത് കണ്ടിന്യൂസ്ലി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇത് നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻ വരെ ഓപ്ഷൻ A ആണ്, പക്ഷേ PSC കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ D ആയിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ D ആയിരുന്നു, പക്ഷേ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ PSC അത് തിരുത്തിയിട്ടുണ്ട്. സോ 60th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഇനി ഡിലീറ്റ് ചെയ്ത 6 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കോമൺ ബേസ് ആംപ്ലിഫയറിനെ ബേസ് ചെയ്തിട്ട് റോങ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, കോമൺ ബേസ് കോൺഫിഗറേഷന് ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. കൂടാതെ കോമൺ ബേസ് കോൺഫിഗറേഷന് ലോ കറണ്ട് ഗെയിൻ ആണ്. പക്ഷേ ഇവിടെ ഹൈ കറണ്ട് ഗെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും 2ഉം 3ഉം ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. പക്ഷേ 2 and 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ 50th ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 52nd ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് DCVS മീൻസ്. അതിൽ ആക്ച്വലി DCVS എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ കാസ്കോഡ് വോൾട്ടേജ് സ്വിച്ച് ആണ്. പക്ഷേ ഓപ്ഷൻ A കൊടുത്തിരിക്കുന്ന ഡിഫറൻഷ്യൽ കാസ്കേഡ് എന്നും പറഞ്ഞിട്ടാണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ A ആയിരുന്നു ആൻസർ, പക്ഷേ കറക്റ്റ് ആൻസർ ഡിഫറൻഷ്യൽ കാസ്കോഡ് വോൾട്ടേജ് സ്വിച്ച് ആണ്. അത് ഓപ്ഷൻസിലില്ല. അതുകൊണ്ട് PSC ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 62nd ക്വസ്റ്റ്യൻ ആണ്. 62nd ക്വസ്റ്റ്യൻ പറയുന്നത് ദ മാക്സിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് 2 ഇൻപുട്ട് XOR ഈസ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ഒരു 2 ഇൻപുട്ട് XOR ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര 2 ഇൻപുട്ട് NAND ഗേറ്റ് മിനിമം ഉപയോഗിക്കണം, അങ്ങനെയാണ് ശരിക്കും ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യേണ്ടിയിരുന്നത്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് എന്താണ്, മാക്സിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ് എന്നാണ്. അപ്പോൾ മിനിമം നമുക്ക് 4 NAND ഗേറ്റ് എങ്കിലും വേണം XOR ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ നമ്മൾ മാക്സിമൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി ഇല്ല. ആക്ച്വലി അവർ ഉദ്ദേശിച്ചത് ദ മിനിമം നമ്പർ ഓഫ് 2 ഇൻപുട്ട് NAND ഗേറ്റ്സ് എന്നാണ്. പക്ഷേ അത് മാക്സിമം നമ്പർ എന്നായതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 86th ക്വസ്റ്റ്യൻ ആണ്. 86th ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി പിൻസ് ഓഫ് ദ മൈക്രോ കൺട്രോളർ IC 8051 ആർ ഡ്യുവൽ പർപ്പസ്. അപ്പോൾ ആക്ച്വലി ക്വസ്റ്റ്യൻ മീൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 8051 4 പോർട്ടുകളാണുള്ളത്, 8 പിന്നുകളുടെ 4 പോർട്ടുകൾ. അപ്പം മൊത്തം 32 പോർട്ട്സ് ഉണ്ട്. 32 പിൻസ് പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പോർട്ട് മാത്രം സിംഗിൾ പർപ്പസിനാണ് പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 പോർട്ടുകളും ഡ്യുവൽ പർപ്പസിലുള്ള പോർട്ടുകളാണ്. വേറെ വേറെ ഫംഗ്ഷൻസ് ഉണ്ട് ആ പിന്നുകൾക്ക്. അപ്പോൾ ആക്ച്വലി ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 24 ആൻസർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. കറക്റ്റ് ഓപ്ഷൻ 24 തന്നെയാണ്. പക്ഷേ അതിൽ 2-3 പിന്നുകൾ അഡീഷണൽ ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ട് 8051 പിന്നൗട്ടിൽ നിങ്ങൾക്ക് കാണാം. അതാണ് ഈ ക്വസ്റ്റ്യൻ ഡൗട്ട്ഫുൾ ആക്കിയത്. അപ്പോൾ അതാരെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവിഷണൽ ആൻസർ കീ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അവർ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത് 24 ആൻസർ വരുന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഒരു 2-3 പിന്നുകളുടെ എക്സ്ട്രാ ഫംഗ്ഷൻസ് പിന്നൗട്ട് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ബേസിൽ ആൻസർ കീ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 90th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കണക്ടിങ് എ ഡിവൈഡ് ബൈ 12 നെറ്റ്വർക്ക് ടു ദ ഓസിലേറ്റർ ഔട്ട്പുട്ട് ഇൻ 8051 മൈക്രോ കൺട്രോളർ. അപ്പോൾ 12 MHz ഉള്ള ക്ലോക്ക് ഫ്രീക്വൻസിയാണ് 8051 കൊടുക്കുന്നത്.
അതിലൊരു ഡിവൈഡർ ബൈ 12 നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഡിവൈഡഡ് ബൈ 12 1 മെഗാ ഹെർട്സ് ക്ലോക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ബി കറക്റ്റായിട്ട് വരാം, ടു ജനറേറ്റ് 1 മെഗാ ഹെർട്സ് ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി. അതേപോലെ തന്നെ 1 മെഗാ ഹെർട്സ് ടൈമർ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് 1 മൈക്രോ സെക്കൻഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷൻസും വേണമെങ്കിൽ കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നത് കൊണ്ടായിരിക്കണം 90th ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആൻസർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 96th ക്വസ്റ്റ്യൻ ആണ്. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി അണ്ടർ ഡിസ്ചാർജ്ഡ് കണ്ടീഷൻ ഈസ്. ഇതിനും പല ആൻസേഴ്സ് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു PSC ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് PSC ഡിലീറ്റ് ചെയ്തത്. അതായത് 6 ക്വസ്റ്റ്യൻസ് ആണ് PSC ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ആൻസർക്ക് ഈ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം എല്ലാവരുടെയും മാർക്ക് റേഞ്ച് നമുക്ക് നോക്കാൻ പറ്റും. അത് വെച്ചിട്ട് കട്ട് ഓഫ് മാർക്ക്, ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.